السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا يستوي أصحاب النار وأصحاب الجنة. أصحاب الجنة هم الفائزون. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر. سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. പ്രിയപ്പെട്ടവരെ, മധുരം ഖുർആൻ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചില ആയത്തുകളൊക്കെ കേൾപ്പിക്കുവാനും അതിൻ്റെ ആശയങ്ങൾ പറയാനുമൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുള്ള ഗ്രന്ഥമാണ് എന്ന് മനസ്സിലാവണമെങ്കിൽ ഖുർആൻ സ്വയം പരിചയപ്പെടുത്തുന്ന ചില നാമങ്ങളിലൂടെ കടന്നുപോയാൽ മാത്രം മതി. അത്തരം ചില നാമങ്ങൾ നമുക്കൊന്ന് ആദ്യം കേട്ടു നോക്കാം. വിശുദ്ധ ഖുർആൻ സ്വയം പരിചയപ്പെടുത്തുന്ന നാമങ്ങളിൽ ഒന്നാമത്തേത് അൽ ഖുർആൻ എന്ന് തന്നെ. ഖുർആൻ എന്ന് പറയുമ്പോൾ പാരായണം ചെയ്യുന്നത്, പാരായണം ചെയ്യപ്പെടേണ്ടത് എന്നൊക്കെയാണ് അർത്ഥം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും ഋജുവായ മാർഗത്തിലേക്ക് വഴി നയിക്കുന്നു എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. രണ്ടാമതായി അൽ ഫുർഖാൻ. تبارك الذي نزل الفرقان على عبده ليكون للعالمين نذيرا. സത്യാസത്യ വിവേചനം എന്ന അർത്ഥത്തിൽ വരുന്ന ഫുർഖാൻ ആണ് മറ്റൊരു പേര്. മൂന്നാമതായിക്കൊണ്ട് തൻസീൽ എന്ന ഒരു പദമാണ് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. وإنه لتنزيل من رب العالمين. തൻസീൽ അവതരിപ്പിക്കപ്പെട്ടത്. മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹു ആകുന്നു ഈ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് കാണുന്നതും നമ്മൾക്ക് കാണാത്തതുമായ എല്ലാ യൂണിവേഴ്സുകളെയും
ദൃശ്യവും അദൃശ്യവുമായ എല്ലാ ലോകങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ചവൻ തന്നെയാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ സംശയമൊന്നും വേണ്ട എന്ന് പറയാം. അടുത്തത് ദിക്ർ എന്നതാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ. തീർച്ചയായും നാം ആണ് ഈ ഉത്ബോധനം അവതരിപ്പിച്ചത്, നാം തന്നെ ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യും. ഇവിടെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഖുർആനിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ദിക്ർ അഥവാ ഉത്ബോധനം എന്ന പദത്തിലൂടെയാണ്. അടുത്തത് അൽ ഹദീത്ത് എന്നാണ്. അല്ലാഹു തആല ഖുർആനിലൂടെ പറയാണ്, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് الله نزل أحسن الحديث كتابا متشابها مثانية تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. അല്ലാഹു തആല ഈ ആയത്തിലൂടെ ഖുർആനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അഹ്സനുൽ ഹദീസ്, ഉത്തമമായ വർത്തമാനം എന്നുള്ളതാണ്. മറ്റൊരു പദമാണ് മൗഇദ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയാണ്, വലഖദ് അൻസൽനാ ഇലൈക്കും ആയാതിൻ മുബയ്യിനാത് ومثلا من الذين خلوا من قبلكم وموعظة للمتقين. മൗഇദത്തൻ അഥവാ സദുപദേശം എന്നാണ് ഈ ആയത്തിലൂടെ ഖുർആനിനെ അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഷിഫാ എന്നൊരു പദമാണ് അടുത്തതായിട്ടുള്ളത്. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِلْمُؤْمِنِينَ. വിശ്വാസികൾക്കൊരു കാരുണ്യവും അതുപോലെ അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഷിഫാവും ഒക്കെ ആയിക്കൊണ്ടാണ് നാം ഇതിനെ അവതരിപ്പിച്ചുള്ളത്. ആലോചിച്ച് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചു നേരം ഒന്ന് ഖുർആൻ ഓതിയാൽ അതൊരു സമാധാനമാണ്, അതൊരു ശമനമാണ്, അതൊരു ഷിഫ ആണ്. സൂറത്തു നിസായിലൂടെ അല്ലാഹു പറയുന്നു, യാ അയ്യുഹന്നാസു ഖദ് ജാഅകും ബുർഹാനും മിർ റബ്ബികും വഅൻസൽനാ ഇലൈക്കും നൂറൻ. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഇരുട്ടിൽ നിന്നും വെളിച്ചം കാണിക്കാനായിട്ടുള്ള ഗ്രന്ഥമാണ്. അതുപോലെ ബുർഹാൻ, അത് പ്രമാണമാണ്. വിശുദ്ധ ഖുർആൻ സ്വയം പരിചയപ്പെടുത്തുന്ന ഏതാനും ചില നാമങ്ങളിലൂടെ കടന്നു പോകുന്ന വചനങ്ങളാണ് നമ്മൾ കേട്ടത്. ഈ നാമങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് നമുക്ക് ബോധ്യമാവും. അതുകൊണ്ട് ഖുർആനിൻ്റെ ആഴങ്ങളിൽ ഇറങ്ങി അതിൽ നിന്ന് മൊഴിമുത്തുകൾ വാരി നമ്മുടെ ജീവിതത്തിൽ അണിഞ്ഞ് അള്ളാഹുവിൻ്റെ ഹിദായത്തിലേക്ക് വഴി നടക്കുക എന്ന ബാധ്യതയാണ് നമുക്കുള്ളത്. വിശുദ്ധ ഖുർആനിലേക്ക്, അതിൻ്റെ ആശയങ്ങളിലേക്ക് ക്ഷണിക്കുന്ന ഒരു ഗാനം ഞങ്ങൾ ഒരുമിച്ച് ആലപിക്കട്ടെ. ഖുർആനാം കടലിൻ്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ, കാണാത്ത കാഴ്ചകൾ കാണിച്ചു തന്നു ഞാൻ
കൂടെ വരാം കൂടെ പോരൂ. ഖുർആനാം കടലിൻ്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. സ്വർഗത്തെ കാണുമ്പോൾ സ്വർണ്ണനൂലിൽ തീർത്ത കട്ടിലോ കാണാം നമുക്ക്. സ്വർഗത്തെ കാണുമ്പോൾ സ്വർണ്ണനൂലിൽ തീർത്ത കട്ടിലോ കാണാം നമുക്ക്. മുത്തുകൾ പോലുള്ള കുഞ്ഞുങ്ങൾക്കൊപ്പയാൽ ചുറ്റുന്ന കാഴ്ചകൾ കാണാം. ഖുർആനാം കടലിൻ്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. കത്തുന്ന നരകത്തിൻ തീജലം കരിച്ച മുഖമാണ് നരകത്തിൻ കാഴ്ച. കത്തുന്ന നരകത്തിൻ തീജലം കരിച്ച മുഖമാണ് നരകത്തിൻ കാഴ്ച. ദൂരത്ത് കേൾക്കുമ ഘോര ശബ്ദങ്ങളാൽ പേടിപ്പെടുത്തുന്ന ലോകം. ഖുർആനാം കടലിൻ്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. അപ്പോൾ വിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ നിഷ്പക്ഷമായി അതിനെപ്പറ്റി പഠിക്കുന്നവർക്കെല്ലാം അതൊരു അത്ഭുത ഗ്രന്ഥമായി ബോധ്യപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ പശ്ചാത്തലം, അന്നത്തെ സാഹചര്യം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അന്ന് അറബികൾ ഏറ്റവും മികച്ചു നിന്നിരുന്ന മേഖലയായിരുന്ന സാഹിത്യത്തിൽ അവരെ കവച്ചു വെക്കുന്ന, അവർക്ക് യാതൊരു നിലക്കും സമാനമായ ഒരു വചനവും കൊണ്ടുവരാൻ സാധ്യമാവാത്ത രൂപത്തിലുള്ള വചനങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ ഉടനീളമുള്ളത്. അതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോൾ പലരും, ചില ഇസ്ലാം വിരുദ്ധരൊക്കെ അല്ലെങ്കിൽ യുക്തിവാദികളൊക്കെ എഴുതി വിടുന്ന ചില ജൽപ്പനങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് മുൻകാല വേദങ്ങളിൽ നിന്നെല്ലാം എടുത്ത് കട്ട് മുറിച്ചു കൊണ്ടുവന്ന് അവതരിപ്പിച്ചതാണ് ഈ വചനം എന്ന് പറയുന്നത് ഒരിക്കലും യുക്തിയുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. കാരണം അന്നത്തെ ഒരു പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ അന്ന് അവിടെയുള്ള എല്ലാവരും തങ്ങളുടെ ഗോത്രത്തിൽ ഒരു കവി ഉണ്ടാവുന്നു എന്ന് പറഞ്ഞ് വലിയ അഭിമാനം കൊള്ളുന്ന ആളുകളായിരുന്നു. മക്കയിലുണ്ടായിരുന്ന സാഹിത്യ മേളകളിൽ, ചന്തകളിൽ ഓരോ വർഷവും ഹജ്ജ് സീസണുകളിലൊക്കെ നാബിഗയെ പോലെയുള്ള സാഹിത്യ നിരൂപകർ ഓരോ ഗോത്രത്തിലെയും കവികളെ മാർക്കിടുകയും അങ്ങനെ ഞങ്ങളുടെ കവിക്കാണ്, ഞങ്ങളുടെ ഗോത്രത്തിലെ കവിക്കാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ നല്ല ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റിയത് എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അഭിമാനം കൊള്ളുമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകൾ ഞാൻ സ്വന്തം ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് അദ്ദേഹത്തിന് കിട്ടുമായിരുന്ന സ്വീകരണം എന്താകുമായിരുന്നു? അദ്ദേഹത്തെ പൂവിട്ട് പൂജിക്കുമായിരുന്നു, അവരെ പൂമാലയിട്ട് സ്വീകരിക്കുമായിരുന്നു. എന്നാൽ നേരെ തിരിച്ച് ഇതെൻ്റേതല്ല അള്ളാഹുവിൻ്റെതാണ് എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന അനുഭവം എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ നിലക്ക് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ള അത്ഭുതം നിറഞ്ഞു നിൽക്കുന്ന, നമുക്കെല്ലാവർക്കും മാർഗദർശനമായി ഇറങ്ങിയതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അന്ന് അവർക്ക് അറിഞ്ഞിരുന്ന, അവർക്ക് പരിചയമുണ്ടായിരുന്ന സാഹിത്യ കവിതകളിൽ നിന്നെല്ലാം വിഭിന്നമായിരുന്നു വിശുദ്ധ ഖുർആനിൻ്റെ ശൈലിയും രീതിയും ആശയവും എന്ന് പറഞ്ഞിരുന്നത്. അവരുടെ കവിതകളിൽ യുദ്ധത്തിനെ പറ്റി, പെണ്ണിനെ പറ്റി, കള്ളിനെ പറ്റി, കുതിരയെ പറ്റിയാണ് പറഞ്ഞിരുന്നതെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ പരാമർശ വിഷയങ്ങൾ തന്നെ വ്യത്യസ്തമായിരുന്നു. അവർ കേൾക്കുന്നത് അൽ ഖാരിഅ മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനുൻ الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من
موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. അവർക്ക് അന്നേ വരെ പരിചയമില്ലാത്ത പരലോകത്തെ പറ്റി പറയുന്ന, അതും ഘനഗാംഭീര്യമുള്ള അൽ ഖാരിഅ എന്ന് പറയുന്ന ഒരു പദത്തിൽ നിന്ന് തന്നെ അത് പരലോകത്തേക്കുള്ള സൂചനയാണല്ലോ എന്ന് ഏതൊരു അറബി അറിയുന്ന ആൾക്കും തോന്നുന്ന രൂപത്തിലുള്ള അത്യന്തം സാഹിത്യം നിറഞ്ഞു നിൽക്കുന്ന വചനങ്ങളാണ് അവർ കേൾക്കുന്നത്. അന്ന് അവരുടെ കൂട്ടത്തിലുള്ള അറബി സാഹിത്യത്തിന്റെ കുലപതികളായി അറിയപ്പെട്ടിരുന്ന വലീദ് ഇബ്നു മുഗീറയെ പോലെയുള്ള സുഹൈൽ ഇബ്നു അംറിനെ പോലെയുള്ളവരൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇന്ന ലഹു ലഹലാവ വ ഇന്ന അലൈഹി ലതലാവ. അദ്ദേഹം അത് പറയുകയുണ്ടായി, ഇതിന് വല്ലാത്ത മാസ്മരികതയുണ്ട്, മാധുര്യമുണ്ട്, ആസ്വാദനമുണ്ട് എന്ന് മക്കയിലെ മുശ്രിക്കുകളുടെ നേതാക്കൾ, ഒരുപക്ഷെ വിശുദ്ധ ഖുർആന് നമ്മൾ ഇന്ന് പറയുന്ന മധുരം ഖുർആൻ അല്ലെങ്കിൽ ഖുർആനിന്റെ ആസ്വാദനം എന്ന് പറയുന്നത് ആദ്യമായി ഒരുപക്ഷെ പറഞ്ഞിട്ടുള്ളത് ഈ വലീദ് ഇബ്നു മുഗീറ ആയിരിക്കും. മക്കയിലെ മുശ്രിക്കുകളുടെ നേതാവായിരുന്ന അദ്ദേഹത്തിന് സാഹിത്യം അറിയായിരുന്നു. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ഈ ഭാഷയെ അദ്ദേഹം മനസ്സിലാക്കി ഇത് അല്ലാഹുവിൽ നിന്നുള്ളതാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. സൂറത്തുൽ മുദ്ദസ്സിറിൽ അദ്ദേഹത്തിന്റെ ആ ചരിത്രം പറയുന്നുണ്ട്, ഇന്നഹു ഫക്കറ വഖദ്ദർ فقتل كيف قدر ثم قتل كيف قدر ثم نظر ثم عبس وبسر ثم أدبر واستكبر فقال إن هذا إلا سحر يؤثر إن هذا إلا قول البشر سأصليه سقر. അദ്ദേഹം വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും പിന്നീട് തൻ്റെ കൂട്ടാളികളുടെ പ്രേരണ മൂലം ആ ചിന്തയിൽ നിന്നും പിന്മാറി. ഇത് സിഹ്റാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിയുകയാണ് ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായിരുന്നാലും വിശുദ്ധ ഖുർആൻ അതിൻ്റെ അവതരണ കാലം മുതൽ തന്നെ അറബി അറിയുന്ന, സാഹിത്യം അറിയുന്ന ലോകത്തുള്ള എല്ലാവരും അംഗീകരിച്ചു വരുന്ന ഒരു കാര്യമാണ് ഇത് ദൈവികമാണ് എന്ന ഒരു കാര്യം. ഏതായിരുന്നാലും അന്ന് മുതൽ വിശുദ്ധ ഖുർആൻ ലോകത്ത്, പ്രത്യേകിച്ച് അന്ധകാരത്തിൽ, അനാചാരത്തിൽ, യുദ്ധത്തിൽ, കള്ളിൽ മുഴുകിയിരുന്ന ഒരു ജനതയ്ക്ക് അവരുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം എന്താണ് എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. എന്താണ് ഖുർആൻ ചെയ്തിട്ടുള്ളത്? വിദ്യാഭ്യാസം, ചികിത്സ, സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ രംഗങ്ങളിലൊക്കെ 0 ഡിഗ്രി ആയിരുന്ന, രാഷ്ട്രീയമായോ സൈനികമായോ സംഘടിതമല്ലാതിരുന്ന, കള്ളും പെണ്ണും യുദ്ധവും അധാർമികതയിൽ അരാജകത്വത്തിൽ മുഴുകിയിരുന്ന, ഗോത്ര കലഹങ്ങളാൽ തമ്മിൽ തല്ലി തകർന്നിരുന്ന ഒരു ജനതയെ ഏകദൈവത്തിന്റെ ഏക മനസ്സുള്ള ദാസരാക്കി മാറ്റിയെടുത്തു. അവിടെ ഉണ്ടായിരുന്ന ചരിത്രകാരന്മാരും അതുപോലെ ശാസ്ത്രജ്ഞരുമൊക്കെ ആയിരുന്നുള്ള ഗ്രീക്കുകാരും ഇവരെങ്ങനെ ആലോചിക്കുകയാണ്, ഇത്തരത്തിൽ അരാജകത്വത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു സമൂഹം, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു തീരെ സിവിലൈസ്ഡ് അല്ലാത്ത ഒരു സമൂഹം, വളരെ പ്രാകൃതരായ ഒരു സമൂഹം എങ്ങനെ ഇത്തരം ഉയർന്ന മൂല്യങ്ങളിലേക്ക് അവരെത്തിച്ചേർന്നു എന്നുള്ളത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗ്രീക്കുകാർ. എന്താണ് ഇവരെ മാറ്റിയത് എന്നുള്ളത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഏഷ്യൻ ആഫ്രിക്കൻ മേഖലയിലെ ഏറ്റവും വലിയ സാംസ്കാരിക കേന്ദ്രമായിരുന്നു അലക്സാൻഡ്രിയ അഥവാ ഈജിപ്ത്. നൂറ്റാണ്ടുകളുടെ രാഷ്ട്രീയ നായകത്വവും ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ അധികാരമായ റോമൻ, പേർഷ്യൻ സാമ്രാജ്യങ്ങൾ, ഈ വലിയ സിവിലൈസേഷൻസ് എല്ലാം തന്നെ വിശുദ്ധ ഖുർആൻ വരുത്തിയ ഈ മാറ്റം കേവലം 23 വർഷം കൊണ്ട് വളരെ പ്രാകൃതമായ ഒരു അവസ്ഥയിൽ നിന്ന് ഈ ഒരു വിഭാഗം എങ്ങനെയാണ്
ഞങ്ങളെല്ലാം മറികടക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് ലോകത്തുള്ള അന്നത്തെ പ്രധാന നാഗരികരെല്ലാം ചിന്തിച്ചു എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രത്യേകതയായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വിശുദ്ധ ഖുർആൻ വരുത്തിയ ഒരു മാറ്റമുണ്ട്. പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് സ്വാധീനം ചെലുത്തിയ 100 വ്യക്തികളുടെ കൂട്ടത്തിലൊക്കെ ഒന്നാമതായി എണ്ണപ്പെടുവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, അതിന് പ്രേരകമായത് വിശുദ്ധ ഖുർആനിന്റെ ഈ വഴികാട്ടിയായി വർത്തിക്കുവാൻ അവിടെ ഉണ്ടായിരുന്നു എന്നൊരു ഘടകമാണ്. അതായത് വിശുദ്ധ ഖുർആൻ സ്വഹാബിമാരെ അങ്ങേയറ്റം മാറ്റിയെടുത്തു എന്നുള്ളതാണ്. ഇത് സ്വഹാബിമാർക്ക് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ് അല്ല. ലോകത്തെമ്പാടുമുള്ള ഇവിടെ വരുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ പിന്തുടർന്നാൽ സംഭവിക്കുന്ന ഒരു വലിയ ഒരു പരിഷ്കാരമാണ്, ഒരു പരിവർത്തനമാണ് അവിടെ നമ്മുടെ മുമ്പിൽ ചരിത്രമായി അവശേഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആനെ നമ്മളും സ്വഹാബിമാർ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കേണ്ടതുണ്ട്. ഏതെല്ലാം രൂപത്തിൽ നമുക്ക് അതിനോടുള്ള ബാധ്യതകളുണ്ട്. വിശുദ്ധ ഖുർആനെ നമ്മൾ തിരസ്കരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ജീവിതത്തിൽ, പരലോക ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള ഫലം എന്ന് നമുക്ക് സൂറത്തുൽ ഫുർഖാനിലെ ആയത്ത് ഒന്ന് ഓതി കേൾക്കാം. وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിലേക്ക് പോകുന്ന ആളുകളെ നോക്കിയിട്ട് വിലപിക്കും. ഈ ആളുകൾ വിശുദ്ധ ഖുർആനിനെ വേണ്ട വിധം പരിഗണിക്കാത്തത് കൊണ്ടാണ് ഈ നരകത്തിൽ പോവേണ്ടി വരുന്നത് എന്ന് അവർ പറയും. എങ്ങനെയാണ് നമ്മൾ വേണ്ട വിധം ഖുർആനിനെ പരിഗണിക്കേണ്ടത്? എങ്ങനെ അവഗണിക്കാതിരിക്കാം? എന്തെല്ലാം ബാധ്യതകൾ നമുക്ക് ഖുർആനിനോടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തെല്ലാം ബാധ്യതകൾ നമുക്ക് ഖുർആനിനോടുണ്ട് എന്ന് നോക്കുമ്പോൾ, ഒന്നാമതായി വിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്ന വിശ്വാസം നമുക്ക് മനസ്സിൽ രൂഢമൂലമാവേണ്ടതുണ്ട് എന്നാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടുള്ള ലോകത്തെ പലരുമുണ്ട്. പലപ്പോഴും പല ഭാഷകളിലേക്കും വിശുദ്ധ ഖുർആനെ ഭാഷാന്തരം ചെയ്തത് മുസ്ലിങ്ങളൊന്നുമല്ല, പലപ്പോഴും ഇംഗ്ലീഷിലേക്കും മറ്റ് ലോക ഭാഷകളിലേക്കെല്ലാം. ഇപ്പൊ മലയാളത്തിലേക്ക് തന്നെ വിശുദ്ധ ഖുർആൻ കവിതാ രൂപത്തിൽ മുഴുവനായി പരിഭാഷ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കെ രാഘവൻ നായരും കെ ജി രാഘവൻ നായരുമാണ് ദിവ്യദീപ്തി, അമൃതവാണി എന്ന പേരുകളിലൊക്കെ അത് വിവർത്തനം ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, വിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചു തന്നതാണ് എന്ന വിശ്വാസം അടിയുറച്ച രൂപത്തിൽ മനസ്സിലുണ്ടാവുമ്പോഴാണ് ഖുർആൻ ഹിദായത്തായിട്ട് മാറുകയുള്ളൂ എന്നാണ്. ഓറിയന്റലിസ്റ്റുകളായിട്ടുള്ള ആളുകൾ വിശുദ്ധ ഖുർആനിനെ വിമർശനം നടത്താൻ വേണ്ടി എത്രയോ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതായത് ഖുർആൻ ഒരു പക്ഷെ നമ്മെക്കാളും അവർ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ സമീപനം എന്താണ്, ആ വിശ്വാസം എന്താണ്, ഉദ്ദേശം എന്താണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാം തന്നെ എല്ലാ ദിവസവും എല്ലാ വക്തിലും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യും. ഫാത്തിഹയുടെ ഒരു പേരാണല്ലോ സൂറത്തു ദുആ, പ്രാർത്ഥനയുടെ സൂറത്താണ്. ആ സൂറത്തിൽ അതിന്റെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം എന്ന് പറയുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളെ സന്മാർഗത്തിലൂടെ നയിക്കണമേ എന്നാണ്. വിശുദ്ധ ഖുർആൻ തുറക്കുന്ന ഒന്നാമത്തെ പേജിൽ നമ്മൾ കാണുന്ന ആ ഭാഗം ഇതാണ്, ഞങ്ങളെ സന്മാർഗത്തിലൂടെ നയിക്കണമേ എന്ന്. ഇതിനുള്ള ഉത്തരം നമുക്ക് സിറാത്തുൽ മുസ്തഖീമാണോ വേണ്ടത്, സന്മാർഗമാണോ വേണ്ടത് എങ്കിൽ അതിനുള്ള ഉത്തരം അടുത്ത പേജിൽ തന്നെയുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. എന്താണ് ആ പേജിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين. ഹിദായത്താണോ നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ ഇതാ അലിഫ് ലാം മീം, അലിഫിനും ലാമും മീമും കൊണ്ടും കോർത്തിണക്കപ്പെട്ട ഈ വിശുദ്ധ ഖുർആനിലുണ്ട് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖികൾക്ക് ഹിദായത്ത് ഇവിടെയുണ്ട് എന്നാണ്. വിശുദ്ധ ഖുർആനിന്റെ ഈ അള്ളാഹുവിൽ നിന്ന് അവതീർണമായതാണ് എന്ന് അരക്കിട്ടുറപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ഹദീസ് ഇവിടെ വായിച്ചു കേൾപ്പിക്കാം. തൊറഫുഹു ബിയദില്ലാ വതൊറഫുഹു ബിഐദീകും ഫതമസ്സകൂ ബിഹി ഫഇന്നകും ലൻ തളില്ലു വലൻ തുഹ്ലികൂ ബഅദഹു അബദ. ഖുർആനിനെ ഒരു കയറാക്കി സങ്കല്പിച്ചാൽ അതിലെ ഒരറ്റം നമ്മുടെ കയ്യിലും മറ്റേ അറ്റം അള്ളാഹുവിൻ്റെ കയ്യിലുമാണ്. നമ്മൾ എത്രത്തോളം ഖുർആൻ ഓതുകയും അത് ജീവിതത്തിലേക്ക്
അനുവർത്തിക്കുകയും ചെയ്യുമോ? അത്രത്തോളം അള്ളാഹുവിനോടുള്ള ബന്ധം നമ്മൾ സ്ഥിരപ്പെടുത്തുകയാണ്. ഫതമസ്സകൂബിഹി, നിങ്ങളതിനെ മുറുകെ പിടിച്ചോളി, ആ കയറ് ശരിക്കും പിടിച്ചോളി. ലൻ തളില്ലു വലൻ തഹ്ലിക്കു ബഅദഹു അബദൻ. അങ്ങനെയാണെങ്കിൽ ഖുർആനോടുള്ള നിങ്ങളുടെ ബന്ധം അത് വളരെ സുസ്ഥിരമാണെങ്കിൽ, അത് വളരെ ദൃഢപ്പെട്ടതാണെങ്കിൽ, ലൻ തളില്ലു, നിങ്ങൾ നശിക്കൂല, നിങ്ങൾ വഴിപിഴച്ചു പോവില്ല. വലൻ തഹ്ലിക്കു, നിങ്ങൾ നശിച്ചു പോവില്ല. അപ്പോൾ ഖുർആനോടുള്ള ബന്ധം അത് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യേണ്ടതാണ്. ആ ഒരു റിലേഷൻ അതെപ്പോഴും നമ്മൾ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത പറയുകയാണ് ഈ ഹദീസിൽ. അപ്പോൾ അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്ന ഉറച്ച വിശ്വാസമാണ് ഒന്നാമതായി നമുക്കുണ്ടാവേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം, വിശുദ്ധ ഖുർആൻ നിത്യമായി പാരായണം ചെയ്യേണ്ടതുണ്ട്. ആ പാരായണം ചെയ്യുന്നത് ശരിയായ രൂപത്തിലാവേണ്ടതുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് ഉണർത്തുന്നുണ്ട്. നമ്മളെല്ലാം ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ എന്താണ് ആ പാരായണത്തിൻ്റെ പ്രാധാന്യം? വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹ് പറയാണ്, الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به ومن يكفر به فأولئك هم الخاسرون. നാം ഈ ഗ്രന്ഥം നൽകിയത് ആർക്കാണോ അവരത് പാരായണത്തിന്റെ മുറപ്രകാരം പാരായണം ചെയ്യുന്നു, അവരതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആരതിൽ അവിശ്വസിക്കുന്നുവോ അവർ തന്നെയാണ് നഷ്ടം പറ്റിയവർ എന്ന് വിശുദ്ധ ഖുർആൻ. യത്ലൂനഹു ഹഖ്ഖ തിലാവത്തി, ശരിയായ രൂപത്തിൽ മുറപ്രകാരം പാരായണം ചെയ്യേണ്ടവരാണ് നമ്മൾ എന്ന്. തിലാവത്ത് എന്നുള്ളതിൻ്റെ ഒരു വിശാലമായ ഒരു ആശയം അതിനുണ്ട്. തുടർച്ചയായി വരുന്നത് വശംസി വദുഹാഹ വൽ ഖമരി ഇദാ തലാഹ എന്നൊക്കെ പറയുമ്പോൾ തല യത്ലു തിലാവത്ത്, തുടർച്ച, ഖുർആനോട് നിരന്തരമായ ബന്ധമുണ്ടാവേണ്ടതുണ്ട് എന്നൊക്കെ ആ ആയത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഏതായിരുന്നാലും അതിൻ്റെ ഒന്നാമത്തെ പടി നമ്മുടെ പാരായണം നല്ല രൂപത്തിലാവും എന്നാണ്. പാരായണം, കേവല പാരായണം തന്നെ ഇസ്ലാമിൽ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പാരായണം ചെയ്യുന്ന ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ ഓരോ ഹർഫിനും പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അലിഫ് ലാം മീം, അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. നമ്മളെല്ലാവരും കേട്ട് പരിചയമുള്ള ഹദീസാണ്. ഇതിൽ പറയുന്നത് ഈ 3 ഹർഫിനും പ്രതിഫലമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഒരു മഖ്ബറ ആക്കി മാറ്റരുത്. ലാ തജഅലു ബുയൂതകും മഖാബിറ. എങ്ങനെ നമുക്കത് സാധിക്കും? ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈത്ത് അല്ലദി തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. ഖുർആൻ പാരായണം ചെയ്യുന്ന സൂറത്തുൽ ബഖറ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂറത്തുകൾ പാരായണം ചെയ്യുന്ന, ഉറക്കെ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്നും ശൈത്വാൻ ഓടി രക്ഷപ്പെടും എന്നുള്ള ഹദീസ് അതിന് വലിയൊരു ഉദാഹരണമാണ്. ഖുർആൻ പാരായണം ചെയ്യുന്നത് വഴി നമ്മുടെ വീടുകൾ മക്ബറയാക്കാതെ ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട് എന്നുള്ള അത് വ്യക്തമാക്കി കാണിക്കാൻ നമുക്ക് ഖുർആൻ പാരായണം വഴി സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ പാരായണം അതിൻ്റെതായ രൂപത്തിൽ പാരായണം ചെയ്യണം എന്നാണ് ഈ ഹദീസുകളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. തജ്വീദോടു കൂടെ, മനസ്സാന്നിധ്യത്തോടു കൂടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇഖ്റഉൽ ഖുർആന മഅ്തുലിഫത് ഖുലൂബുക്കും. നിങ്ങളുടെ ഹൃദയം ഖുർആനോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയിൽ മാത്രം നിങ്ങൾ ഖുർആൻ ഓതാൻ. ഹൃദയത്തിന് സാന്നിധ്യമാണ്, മറ്റെന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് ഖുർആൻ ഓതാൻ പാടില്ല എന്നാണ്. ഫഇദ ഇഖ്തലഫ്തും ഫഖൂമു അൻഹു. നിങ്ങളുടെ ശ്രദ്ധ അതിൽ നിന്ന് തെറ്റിയാൽ നിങ്ങൾ എഴുന്നേറ്റുള്ളൂ, പിന്നീട് പാരായണം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ഖുർആൻ പരിപൂർണ ഹൃദയ സാന്നിധ്യത്തോടു കൂടെ ആവണം നമ്മൾ പാരായണം ചെയ്യേണ്ടത് എന്നാണ് ഈ ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു സൂചിപ്പിക്കുകയാണ്, ഖുർആൻ ഓതുമ്പോൾ തർത്തീലോടുകൂടി ഓതുക. തജ്വീദിൻ്റെ അവകാശത്തിൽ കഴിയുന്നത്ര മഖ്റജും സിഫത്തൊക്കെ വന്നിട്ട് ഓതാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ് പഠിച്ചു. ഇപ്പൊ തെർത്തീല എന്ന് പറയുമ്പോൾ, തെർത്തീൽ എന്ന് പറയുമ്പോൾ ശരിക്ക് നമ്മൾ ഏത് രൂപത്തിൽ ഓതുകയാണെങ്കിലും, ഇപ്പൊ ഖുർആൻ പാരായണത്തിന് ചില പാരായണ വേഗതകളുണ്ട്. നമ്മൾ തജ്വീദിൽ പഠിക്കുന്ന ഒരു കാര്യമാണ് സുറഅത്തു തിലാവ എന്ന് പറഞ്ഞിട്ട്.
വളരെ സാവകാശം ഓതും, ഒരു മീഡിയം സ്പീഡിൽ ഓതും, വളരെ സ്പീഡിൽ ഓതാം. പക്ഷെ ഏത് സ്പീഡിൽ ഓതുകയാണെങ്കിലും ഏത് സുറായത്തിൽ ഓതുകയാണെങ്കിലും അവിടെ തെർത്തീൽ പാലിക്കണം എന്നാണ്. തെർത്തീൽ എന്ന് പറഞ്ഞാൽ അക്ഷരസ്ഫുടത വേണം, അവധാനത വേണം എന്നാണ്. അപ്പൊ നമ്മൾ ഈ പാരായണത്തിലെ സ്പീഡുകൾ 3 രൂപത്തിൽ അത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. തഹ്ഖീഖ് എന്നാണ് ഒന്നാമത്തേത്. വളരെ സാവകാശം ഓതുന്നതിനെ തഹ്ഖീഖ് എന്ന് പറയാം. തജ്വീദ് മത്സരങ്ങളിലൊക്കെ ഈ സ്പീഡിലാണ് പൊതുവെ ഓതാറുള്ളത്. അപ്പോൾ ശരിക്കും മഖ്റജും സിഫത്തും ഒക്കെ ശരിയായിട്ടുണ്ടോന്ന് ജഡ്ജസിനൊക്കെ വാലുവേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് തഹ്ഖീഖ് വളരെ സാവകാശം പാരായണം ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَلْآخِرَةُ خَيْرٌ لَكَ مِنَ الْأُولَى وَلَسَوْفَ يُعْطِيكَ رَبُّكَ فَتَرْضَى. ഈ രൂപത്തിൽ നമ്മൾ യൂട്യൂബിലൊക്കെ ഈജിപ്ഷ്യൻ കാരികളാണ് ഒരുപാട്, പഴയ അബ്ദുൽ ബാസിത്ത്, അബ്ദുൽ സമദ് ഒക്കെയാണ്. അവരിങ്ങനെ ഇത് വളരെ സ്ട്രെയിൻ ചെയ്ത് ഈ ഞരമ്പൊക്കെ ഇങ്ങനെ പുറത്തിയാടിയിട്ടാണ് അവർ ഓതുന്ന വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും യൂട്യൂബിലൊക്കെ. പാരായണ മത്സരങ്ങളിൽ ഇങ്ങനെയാണ് പൊതുവെ ഓതാറുള്ളത്. പിന്നെ നമ്മൾ സാധാരണ ഓതുന്ന തദ്വീർ എന്നാണ് അതിന് പറയുക, ഒരു മീഡിയം സ്പീഡ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഅല സായിലുൻ ബിഅദാബിൻ واقع للكافرين ليس له دافع من الله ذي المعارج تعرج الملائكة والروح إليه في يوم كان مقداره 50,000 سنة فاصبر صبرا جميلا. ഇനി വളരെ പെട്ടെന്ന് ഓതുന്ന ഖിറാഅത്ത്, അതിന് ഹദർ എന്നാണ് പറയാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. പൊതുവെ അബ്ദുറഹ്മാൻ സുദൈസിന്റെ ഒക്കെ ഖിറാഅത്തൊക്കെ ഏകദേശം ഹദറിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഹിഫ്ള് പഠിക്കുന്ന സമയത്തൊക്കെ ഒരു ഉസ്താദിന്റെ കീഴിൽ തന്നെ 15-20 കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ പെട്ടെന്ന് ഓതി തീർക്കാൻ ഈ ഹദറിലാണ് ഓതുക. അപ്പോൾ ഈ ഹദർ ആണെങ്കിലും തദ്വീർ ആണെങ്കിലും തഹ്ഖീഖ് ആണെങ്കിലും ഒക്കെ ഏത് സ്പീഡിൽ ഓതിയാലും വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പാലിച്ച് തർത്തീൽ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് പാരായണം ചെയ്യേണ്ടത്. അതിന് ബന്ധപ്പെട്ട ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സയ്യിനു അൽ ഖുർആന ബി അസ്വാതിക്കും, നിങ്ങളുടെ ശബ്ദം ലൈസ മിന്ന മൻ ലം യതഗന്ന ബിൽ ഖുർആൻ, ഖുർആൻ മണിച്ചോതാത്തവൻ നമ്മിൽ പെട്ടവനല്ല എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ മണിച്ച് ഈണത്തിൽ നല്ല മനോഹരമാക്കി ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞത് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാണ്. അങ്ങനെ ഉറച്ചു വിശ്വസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാവേണ്ട പാരായണത്തിലൊക്കെ വരുത്തേണ്ട ഒരു സംഗതിയാണിത്. കാരണം അള്ളാഹുവിന്റെ കലാമാണ് ഞാൻ ഓതുന്നത്, അതൊരാൾ കേൾക്കുമ്പോൾ ഏറ്റവും മനോഹരമായ രൂപത്തിലാവണം. ഈ കലാമിന് ശബ്ദം നൽകാനുള്ള ഒരു സൗഭാഗ്യമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അത് ഏറ്റവും മനോഹരമായ രൂപത്തിലാക്കും ഞാൻ എന്ന രൂപത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് തജ്വീദൊക്കെ തീർച്ചയായും നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നത് എന്നാണ്. അങ്ങനെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഖുർആൻ ഭംഗിയുണ്ടാവും. തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്താൽ തന്നെ മതി.
ഇപ്പൊ ഖുർആനിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഉന്നത്ത് ചെയ്തുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതായത് ഈണത്തിൽ രാഗത്തിൽ നീട്ടി മണിച്ചുകൊണ്ട് ഓതണം എന്ന്. ഇപ്പൊ നമ്മൾ പല സൂറത്തുകൾ ഓതുമ്പോൾ അതിൽ ഉന്നത്തുണ്ടാവും. ഈ മണിക്കാനുള്ള ഒരു അവസരം നമുക്ക് തജ്വീദിൽ കിട്ടും. ഇപ്പൊ സൂറത്തുൻ നാസ് നമ്മൾ ഓതുകയാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. എല്ലാ ആയത്തിലും നൂനിന് ശബ്ദമുണ്ട്. നമ്മൾ മണിക്കാതെ ഓതുകയാണെങ്കിൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ പാരായണത്തിൽ ഭംഗിയില്ല എന്നുള്ളതാണ്. മറ്റൊരു തജ്വീദിലെ നിയമം ഇപ്പൊ മദ് എല്ലാ പേജിലും പല രൂപത്തിലുള്ള മദ് ഉണ്ടാവും. 7-9 ഇനത്തിലുള്ള മദ്ദുകളൊക്കെ ഉണ്ട്. ആ മദ് പാലിച്ച് പാരായണം ചെയ്യുമ്പോൾ ഖുർആന് നല്ല ഭംഗി ഉണ്ടാവും. അപ്പൊ തജ്വീദ് നമ്മുടെ പാരായണത്തിന് ഭംഗി നൽകാനുള്ള ഒരു ചേരുവ കൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഒരു ഭാഗത്ത് മുനാഫിക്കുകളെ പറ്റി പറയുന്ന ഒരു ഭാഗം മുദബ്ദബീന ബൈന ദാലിക് ലാ ഇലാഹ ഉലാഇ വലാ ഇലാഹ ഉലാ. 6 മദ്ദുണ്ട് അവിടെ. ഈ മദ് പാലിക്കാതെ നമ്മൾ പാരായണം ചെയ്ത ലാ ഇലാഹ ഉലാഇ വലാ ഇലാഹ ഉലാ അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ നമ്മുടെ പാരായണത്തിന് ഭംഗി കൂട്ടാൻ തജ്വീദ് കാരണമാവുന്നു. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, തജ്വീദ് പാലിക്കാതെ നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് തെറ്റുകൾ അതിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അതിലൊരു 2-3 ഉദാഹരണങ്ങൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. നമ്മളെ എല്ലാ നമസ്കാരത്തിലും ഓതുന്ന സൂറത്തുൽ ഫാത്തിഹയില് അവസാനത്തെ ആയത്ത് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അൻഅംത എന്നുള്ളത് അൻഅംതു എന്ന് ഓതിയാൽ നീ അനുഗ്രഹിച്ചു എന്നുള്ളത് ഞാൻ അനുഗ്രഹിച്ചു എന്നുള്ള വലിയൊരു അബദ്ധമായി മാറുമെന്നുള്ളതാണ്. മറ്റൊരു ഭാഗത്ത് ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, പരലോകത്ത് വെച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ദിവസം അവിടെ നല്ല സലീമായിട്ടുള്ള ഹൃദയം കൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് ചെന്നവർക്ക് കാര്യമുള്ളൂ എന്ന് പറയുന്ന കൽബായി മാറിയാലുള്ള അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹൃദയം ഒരു നായ്ക്കുട്ടിയായി മാറും. നല്ലൊരു നായ്ക്കുട്ടിയായിട്ട് ചെല്ലുന്ന ഒരാളും നല്ലൊരു ഹൃദയം, നല്ല വിശുദ്ധമായ ഒരു ഹൃദയവുമായി അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്ന ഒരാളും വ്യത്യാസം ആലോചിച്ച് നോക്കും. സൂറത്തു ഗാഫിറിൽ പറയുന്നുണ്ട് ലിയൂൻസിറ യൗമത് തലാഖ്. തലാഖ് എന്ന് പറഞ്ഞാൽ അന്ത്യനാളിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ യൗമു തലാഖ് എന്നത് മാറി ത്വലാഖ് എന്നായാൽ ആയാൽ അർത്ഥം മാറി ത്വലാഖിന്റെ ദിവസം ആയി മാറി. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലെ തജ്വീദ് പാലിക്കാതെ, അക്ഷരം ശ്രദ്ധിക്കാതെ, ഹർക്കത്തുകൾ ശ്രദ്ധിക്കാതെ സിഫാത്ത് മാറിയാലൊക്കെ ഇപ്പൊ ത ത്വ രണ്ടും ഒരേ മഖ്റജിൽ നിന്ന് വരുന്നതാ. ത ത്വ. പക്ഷെ ത എന്ന് പറയുന്നത് ഇസ്തിഫാലാണ്, ശബ്ദം പുറത്തേക്ക് വരുന്നത്. ത യൗമത് തലാഖ്. മറ്റേത് യൗമത് ത്വലാഖ്, ത്വ ഉള്ളിലേക്കാ പോകുന്നത്. ചുണ്ട് കൂർപ്പിക്കുന്ന പ്രശ്നം മലയാളികൾക്കുണ്ട് പൊതുവെ. ത്വ ത്വ അത് ശരിക്കില്ല. ത്വ എന്ന് പറഞ്ഞാൽ മതി. ത്വ ത്വ ത്വലാഖ് അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ അന്ത്യദിനം ഉണ്ട് എന്നത് മുന്നറിയിപ്പ് നൽകാനാണ് വിശുദ്ധ ഖുർആൻ വന്നത് എന്നാണ് യൗമത് തലാഖ് എന്ന് പറയുമ്പോൾ അർത്ഥം. എന്നാൽ അത് ഒരാൾ ഓതുമ്പോൾ യൗമത് ത്വലാഖ് എന്ന് ഓതിയാൽ ത്വലാഖ് ചൊല്ലണീനെ പറ്റി മുന്നറിയിപ്പ് നൽകാനാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായത് എന്ന അർത്ഥം കിട്ടി. അതാ പറഞ്ഞു. അപ്പൊ ഇതുപോലെ അർത്ഥത്തിൽ വ്യത്യാസം സംഭവിക്കാതിരിക്കാനും തജ്വീദ് പാലിക്കണം. അതുപോലെ പാരായണം ചെയ്യുന്നവരുടെ ഇടയിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവുന്നു. തജ്വീദിന്റെ മറ്റൊരു അത്ഭുതമാണ്. ഇപ്പൊ തജ്വീദ് നിയമങ്ങൾ പാലിച്ച് പാരായണം ചെയ്താൽ ലോകത്തുള്ള ഏതൊരാൾക്കും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒരേപോലെ ഒരു ഏകീകരണം അവരുടെ പാരായണത്തിൽ ഉണ്ടാവുന്നു. ഇതും തജ്വീദിന്റെ ഒരു കാര്യമാണ്. അപ്പൊ ഈ തജ്വീദ് എന്ന് പറയുന്നത് നമ്മുടെ
ഈ നേരത്തെ പറഞ്ഞ ഖുർആനോടുള്ള ബാധ്യതയിലെ രണ്ടാമത്തെ പാരായണത്തിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ്. അതിൽ തന്നെ വരുന്ന മറ്റൊരു കാര്യമാണ്, പ്രകടമായ ഒരു തലത്തിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ് ഹിഫ്ള് അഥവാ മനപ്പാഠമാക്കണം വിശുദ്ധ ഖുർആൻ. അതിന്റെ പ്രാധാന്യം പറയുന്ന ഒരു ഹദീസ് നോക്കൂ. ഇന്നല്ലദീ ലൈസ ഫീ ജൗഫിഹി ശൈഉം മിനൽ ഖുർആനി കൽബൈത്തിൽ ഖർബ്. ഇന്നല്ലദീ തീർച്ചയായും ഒരു വിഭാഗം, ലൈസ ഫീ ജൗഫിഹി അവരുടെ മനസ്സുകളിൽ ഇല്ല എന്നാണ്. ശൈഉം മിനൽ ഖുർആൻ ഖുർആനിൽ നിന്ന് ഒരല്പം പോലും അവരുടെ മനസ്സുകളിൽ ഇല്ലെങ്കിൽ കൽബൈത്തിൽ ഖർബ് എന്നാണ്, നശിച്ച വീട് പോലെയാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ ഹിഫ്ളാക്കുന്നതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വലിയ സ്ഥാനങ്ങളുണ്ട്. നമ്മൾ എത്രത്തോളം മനപ്പാഠമാക്കി അതിനനുസരിച്ച് നമ്മുടെ ദറജ ഉയരും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് അള്ളാഹു താല തന്ന 10-60 വർഷത്തില് അള്ളാഹു താല ധാരാളം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ധാരാളം സമ്പത്ത് നൽകിയിട്ടുണ്ട്, മക്കളെ നൽകിയിട്ടുണ്ട്, നമ്മൾക്ക് ജീവിക്കാനുള്ള ആരോഗ്യം നൽകിയിട്ടുണ്ട്, വായു നൽകിയിട്ടുണ്ട്, വെള്ളം നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ മരണശേഷം അള്ളാഹുവിന്റെ അടുക്കൽ പരലോകത്ത് എത്തുമ്പോൾ അള്ളാഹു ചോദിക്കില്ലേ, നമ്മൾ തന്ന ഞാൻ ഇറക്കിയ വിശുദ്ധ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്ന്? വിശുദ്ധ ഖുർആനോട് നമുക്കുള്ള മൂന്നാമത്തെ ബാധ്യതയാണ് ഇപ്പോൾ പറഞ്ഞു വന്നത്. ആദ്യം പറഞ്ഞു വിശ്വസിക്കണം, രണ്ടാമത്തേത് നിരന്തരമായി തജ്വീദ് അനുസരിച്ച് ഹിഫ്ളോടുകൂടെ പാരായണം ചെയ്യണം, മൂന്നാമത്തേത് വിശുദ്ധ ഖുർആനിന്റെ ആശയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ്. വിശുദ്ധ ഖുർആൻ അതിന്റെ അർത്ഥതലങ്ങളിലൂടെ കടന്നു പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. وَلَقَدْ يَسَّرْنَا الْقُرْآنَ لِلذِّكْرِ فَهَلْ مِن مُدَّكِرٍ. ഖുർആൻ അള്ളാഹു വളരെ സിമ്പിൾ ആക്കിയിട്ടുണ്ട്. യസ്സർനൽ ഖുർആൻ, അതിനെ നാം എളുപ്പമാക്കിയിട്ടുണ്ട്. എന്തിനാണ്? ലിദ്ദിക്രി, നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കാനും അതിനെ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അതിനെ എളുപ്പമാക്കിയിട്ടുള്ളത്. ഫഹൽ മിൻ മുദ്ദക്കിർ, എന്നാൽ നിങ്ങളത് അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളത് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ടോ? അതുപോലെ വെറും ഒരു പുസ്തക വായന എന്നുള്ളതിലുപരി നിങ്ങളതിനെ ഉറ്റാലോചിക്കാനും അതിലെ വിഷയങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. അപ്പോൾ വിശുദ്ധ ഖുർആൻ ആഴത്തിൽ അതിനെപ്പറ്റി ആലോചിക്കുവാൻ, ഖുർആനെ പറ്റി സാധാരണ നമ്മളൊരു ഉദാഹരണം പറയാറുള്ളത് ഒരു സാഗരത്തോട് നമ്മൾ ഉപമിക്കാറുണ്ട്. ഒരു സമുദ്രത്തിൻ്റെ തീരത്ത് നിന്ന് അതിങ്ങനെ നോക്കി ആസ്വദിക്കുന്ന ഒരു കൊച്ചുകുട്ടി ഉണ്ടാവും. ആ സമുദ്രത്തിൽ ചെന്ന് മീൻ പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികളുണ്ടാവും. എന്നാൽ ആഴത്തിൽ ചെന്ന് മുത്തും പവിഴവും വാരുന്ന മുങ്ങൽ വിദഗ്ധരും ഉണ്ടാവും. എന്നതുപോലെ വിശുദ്ധ ഖുർആനിനെ നമ്മൾ ഓരോരുത്തരും നമ്മുടെയൊക്കെ ബൗദ്ധിക നിലവാരത്തിനനുസരിച്ച്, നമ്മുടെ ഗവേഷണങ്ങൾക്കനുസരിച്ച് നമ്മൾ സ്വീകരിക്കാറുണ്ട്. വിശുദ്ധ ഖുർആനിലെ നമ്മുടെ ചിന്ത ഉപയോഗിക്കുവാൻ, നമ്മൾ പഠിക്കുവാൻ, ആലോചിക്കുവാൻ പറയുന്ന ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് റൂമിലെ അതിലെ ചില ആയത്തുകളെ നമുക്കൊന്ന് കേൾക്കാം. ومن آياته أن خلقكم من تراب ثم إذا أنتم بشر تنتشرون. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. ومن آياته
السماوات والأرض واختلاف ألسنتكم وألوانكم إن في ذلك لآيات للعالمين ومن آياته منامكم بالليل والنهار وابتغاؤكم من فضله إن في ذلك لآيات لقوم يسمعون. ഈ ഭാഗങ്ങളിൽ സൂചിപ്പിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഒരു സാധാരണ അന്ന് ഖുർആൻ അവതീർണമായ സാഹചര്യത്തിലെ ഒരു അറബി ആലോചിക്കുമ്പോഴും തൻ്റെ ജീവിതവുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി പറയുന്നു, ഇണകളായി സൃഷ്ടിക്കപ്പെട്ടതിനെ പറ്റി ഇവിടെ പറയുന്നു, നമ്മുടെ ഭാഷയിലെ വൈവിധ്യങ്ങളെ പറ്റി പറയുന്നുണ്ട്, രാവും പകലും മാറി മാറി വരുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഏതൊരു സാധാരണക്കാരനും ഇങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ അള്ളാഹുവിലേക്ക് ഇങ്ങനെ അത്തരം ചിന്തകളെ പറ്റിയാണ് ഇതൊക്കെ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ആഴത്തിൽ ചിന്തിക്കുന്നവർക്ക് ഇതിൽ തന്നെ പല ഗവേഷണങ്ങൾക്കുള്ള ഒരു കാര്യം അവിടെയുണ്ട്, വകുപ്പ് അവിടെയുണ്ട് എന്നുള്ളതാണ്. പറയാനുള്ളൊരു കാരണം, ഇപ്പോൾ യൂട്യൂബിലൊക്കെ നമുക്ക് ചെറിയമുട്ട അബ്ദുൽ ഹമീദ് മദനിയുടെ പ്രഭാഷണങ്ങളൊക്കെ കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രഭാഷണങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൽ അദ്ദേഹം കമ്മ്യൂണിസത്തിന്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെ, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തെ എങ്ങനെ ഇസ്ലാമുമായിട്ട് അത് വിഭിന്നമാവുന്നു എന്ന് പറയുമ്പോൾ ഈ ആയത്താണ് അവിടെ അദ്ദേഹം ഉദ്ധരിക്കുന്നത്. അമീൻ കുല്ലി ഷൈഇൻ ഖലഖ്ന സൗജൈനി എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ എല്ലാം തന്നെ ഇവിടെ ഇണകളായിട്ടാണ് സൃഷ്ടിക്കുന്നത്. പരസ്പരം ഇങ്ങനെ സംഘട്ടനത്തിലൂടെ അല്ല ഈ മനുഷ്യ ചരിത്രം മുന്നോട്ട് പോകുന്നത് എന്ന്, മറിച്ച് വിശുദ്ധ ഖുർആനിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഒരു വീക്ഷണം എന്ന് പറയുന്നത് ഇങ്ങനെ വൈരുദ്ധ്യത്തിന്റെ ഒരു വീക്ഷണമല്ല, ഒരു സംയോജനാത്മകമായിട്ടുള്ള ഒരു രൂപത്തിലാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഈ ആയത്തുകൾക്കൊക്കെ നമുക്ക് ആഴത്തിൽ പഠിക്കുന്ന ഒരാൾക്ക് ആ രൂപത്തിൽ പോകുവാനുള്ള ഒരു വകയും അതിലുണ്ട്. എന്നാൽ ഏതൊരു സാധാരണക്കാരനും തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടും ചേർത്തി വായിക്കാവുന്നതും ഇവിടെയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആശയം മനസ്സിലാക്കുക എന്നതാണ് മൂന്നാമത്തെ നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത്. ഇവിടെ നാലാമത്തെ ഒരു കാര്യം, വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തുക എന്നതാണ് അടുത്ത ഒരു പടിയായി വരുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു ആത്മാർത്ഥമായി അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്ന് വിശ്വസിക്കണം. രണ്ടാമത്തത് അതിൻ്റെ പാരായണ, അതിൻ്റെ തജ്വീദ്, ഹിഫ്ള്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചു. മൂന്നാമത്തത് അതിൻ്റെ ആശയം. നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു 60-70 വയസ്സ് ആയുസ് നമുക്കിവിടെ കിട്ടിയിട്ട് എത്രയോ ആഴത്തിലുള്ള വലിയ തടിച്ച പുസ്തകങ്ങളൊക്കെ നമ്മൾ ഭൗതികമായ ജോലി നേടുവാനും മറ്റൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നൊക്കെയുണ്ട്. എന്നാൽ എന്നെന്നും നിലനിൽക്കുന്ന നമ്മുടെ പാരത്രിക ജീവിതത്തിൽ ഏറെ ഉപകാരപ്രദമാകുന്ന ഈ ഗ്രന്ഥം ആദ്യം മുതൽ അവസാനം വരെ ഒരു തവണയെങ്കിലും വായിച്ചു നോക്കി എൻ്റെ നാഥൻ എന്നോട് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്, നടത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ എല്ലാവരും ഉറപ്പുവരുത്തണം. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിലെ ഈ ആശയങ്ങൾക്കനുസൃതമായി നമ്മൾ ജീവിതത്തെ ക്രമീകരിക്കുക എന്ന് പറയുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു എന്ന് പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. കാന ഖുൽഖുഹു ഖുർആന. പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവം അത് ഖുർആനായിരുന്നു എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാം തന്നെ, ഇപ്പൊ നമ്മുടെ വിശ്വാസം അത് ഖുർആൻ അനുസരിച്ചുള്ള വിശ്വാസമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ആ ഒരു ഭാഗം അതൊന്ന് പെട്ടെന്ന് നമുക്ക് നോക്കാം. فلما جن عليه الليل رأى كوكبا قال هذا ربي فلما أفل قال لا أحب الآفلين فلما رأى القمر بازغا قال هذا ربي
فلما أفل قال لئن لم يهدني ربي لأكونن من القوم الضالين. فلما رأى الشمس بازعة قال هذا ربي هذا أكبر. فلما فلت قال يا قوم إني بريء مما تشركون. إني وجهت وجهي للذي فطر السماوات والأرض حنيفا وما أنا من المشركين. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളതാവണം. ഒരു സൃഷ്ടിയെയും ആരാധിക്കാതെ സ്രഷ്ടാവിൻ്റെ മുമ്പിൽ വണങ്ങി അവന് മാത്രം കീഴ്പ്പെട്ട് അവനെ മാത്രം ആരാധിക്കുന്ന വിശ്വാസമാണ് നമുക്കുണ്ടാവേണ്ടത്. അത് ഏത് പേരിൽ വന്നാലും തവസ്സുൽ, ഇസ്തിഗാസ, ഇസ്തിആന എന്നൊക്കെ പറഞ്ഞ് പല രൂപത്തിലൊക്കെ പലരും പറഞ്ഞാലും അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫ വമാ അന മിനൽ മുശ്രിക്കീൻ. ഈ നിലപാടാവണം നമുക്കുണ്ടാവേണ്ടത്. അങ്ങനെയുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്കാണ് സമാധാനമുള്ളത്, നിർഭയത്വമുള്ളത് എന്നാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. അല്ലദീന ആമനു വലം യൽബിസൂ ഈമാനഹും ബിളുൽം ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. യാതൊരു ശിർക്കിന്റെ ദുൽമിന്റെ കണിക പോലും കലരാത്ത ആളുകൾക്കാണ് നിർഭയത്വം ഉണ്ടാവുന്നത് എന്ന് ഇവിടെ പറയുന്നു. അപ്പോൾ വിശ്വാസം വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ക്രമീകരിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ അനുഷ്ഠാന കർമ്മങ്ങൾ അതും വിശുദ്ധ ഖുർആനും സുന്നത്തിനും അനുസരിച്ച് ക്രമീകരിക്കുക. സൂറത്തുൽ മുഅ്മിനൂന്റെ തുടക്കത്തിൽ ഇത്തരം അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഈ കർമ്മങ്ങളെ പറ്റിയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഖദ് അഫ്ലഹ المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون. അപ്പോൾ ഈ വിശ്വാസവും കർമ്മവുമുള്ള ആളുകൾ അവരാണ് ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സ്വഭാവമുണ്ട്, സംസ്കാരമുണ്ട്. അതും വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ആശയത്തിൻ്റെ ആളുകൾ എന്ന നിലക്ക് നമ്മുടെ പ്രകടമായ സ്വഭാവവും സംസ്കാരവും ഏറ്റവും നല്ല രൂപത്തിലാവേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ പല സൂറത്തുകളും ഇത്തരം സാമൂഹിക മര്യാദകളും സ്വഭാവ സംസ്കരണത്തിനു വേണ്ടി അവതീർണമായ വചനങ്ങളാൽ സമ്പുഷ്ടമായതായി നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ഹുജറാത്തിലെ 1-2 ആയത്തുകൾ നമുക്ക് അവിടെ നോക്കാം. الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون.
يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. ഈ ആയത്തുകളിലൊക്കെ നമ്മുടെ സ്വഭാവ മര്യാദകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പരാമർശിക്കുന്നത്. പരിഹസിക്കരുത്, കുത്തുവാക്കുകൾ പറയരുത്, ഊഹപ്രചരണങ്ങൾ നടത്തരുത്. അതുപോലെ തന്നെ എല്ലാവരും സഹോദരങ്ങളാണ്. ഇതെല്ലാം ഈ ആയത്തുകളിലൂടെ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഈ രൂപത്തിലാവണം നമ്മുടെ സ്വഭാവം എന്ന് നമുക്ക് ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ആദ്യത്തെ 4 കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ ആത്മാർത്ഥമായി അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് വിശ്വസിക്കുക, പാരായണം ചെയ്യുക, ആശയം മനസ്സിലാക്കുക, ജീവിതത്തിൽ പകർത്തുക. അവസാനമായി വിശുദ്ധ ഖുർആൻ പ്രബോധനം നടത്തുവാനും നമ്മൾ മുന്നോട്ടിറങ്ങേണ്ടതുണ്ട്. അതിനും ചില മര്യാദകളെല്ലാം ഉണ്ട്. വിശുദ്ധ ഖുർആനിലെ ഒരു വചനം നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കേൾക്കാം. ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين. ദഅവത്ത് അത് നല്ല യുക്തിയോടുകൂടെ, നല്ല ഭാഷയിൽ, സതുപദേശത്തോടു കൂടെ വേണം. എന്തെങ്കിലും തിരിച്ചുള്ള പ്രതികരണം ഉണ്ടാവുമ്പോൾ അതിനോട് നല്ല രൂപത്തിൽ സംവാദം നടത്തുകയും ചെയ്യണം എന്നൊക്കെയാണ് ഈ ആയത്തിൽ പറയുന്നത്. ഇതിനോട് ചേർത്ത് വായിക്കുവാനുള്ള ഒരു കാര്യം ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, കൂനു ദുആതൻ ഇലല്ലാഹി വ അൻതും സാമിതൂൻ. നിങ്ങൾ അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കണം, മിണ്ടാതെ, ഒന്നും ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ആളുകളെ ക്ഷണിക്കണം എന്ന്. അപ്പോൾ അവർ ചോദിച്ചു, അതെങ്ങനെയാണ്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബി അഖ്ലാഖിക്കും, നിങ്ങളുടെ സ്വഭാവം കൊണ്ടാണ് എന്ന് പറയുകയുണ്ടായി. ഇവിടെ വിശുദ്ധ ഖുർആനിൻ്റെ അനുയായികളാണ്, ആളുകളാണ് എന്ന് പറയുന്ന നമ്മളൊക്കെ നമ്മുടെ സ്വഭാവം കൊണ്ട് വേണം ഖുർആനിലേക്ക്, അള്ളാഹുവിലേക്ക്, ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുവാൻ എന്ന വലിയൊരു പാഠമാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. ഏതായിരുന്നാലും വിശുദ്ധ ഖുർആനിൻ്റെ ഇത്തരം ബാധ്യതകളൊക്കെ ഖുർആനുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിക്കുവാനും ഖുർആനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും ഖുർആനിൽ നിന്നുള്ള ആസ്വാദനം നുകരുവാനും അതുവഴി ഖുർആനിൻ്റെ ആളുകളായി തീരുവാനും ഖുർആനിൻ്റെ ശഫാഅത്ത് പരലോകത്ത് നേടുവാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ. അള്ളാഹു അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد.